ദളിത് ക്രൈസ്തവ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിലെ വിവിധ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് ദളിത് കത്തോലിക്ക മഹാജനസഭ സംസ്ഥാന കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. DCMS സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് ഇലവുങ്കൽ അധ്യക്ഷത വഹിച്ചു. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ നിഷേധിക്കപ്പെട്ട പട്ടികജാതി സംവരണം പുനഃസ്ഥാപിക്കണമെന്നും അതിനായി 1950 ഇന്ത്യൻ പ്രസിഡന്റ് ഇറക്കിയ ഉത്തരവിന്റെ 3ാം ഖണ്ഡിക റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നിവേദനം സമർപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു. പാലാ രൂപത നടപ്പിലാക്കുന്ന പാലാ ഹോം പ്രോജക്റ്റ് രാഷ്ട്രനിർമ്മിതിയുടെ ഭാഗമാണെന്ന് രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട് മുട്ടുചിറ ഫെറോന ഇടവകയിൽ ബേസ് റുഹ പദ്ധതിയോട് സഹകരിച്ച പാലാ ഹോം പ്രൊജക്റ്റിലെ 1000ാമത്തെ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ്. വിവിധ മതസ്ഥർക്ക് പദ്ധതിയുടെ സേവനം സാധ്യമാക്കുമ്പോൾ ഭവനരഹിതരെ പുനരധിവസിപ്പിക്കാനുള്ള വലിയ ചുമതലയാണ് നിർവഹിക്കപ്പെടുന്നത്. കൂടാതെ ഈ പ്രവർത്തനങ്ങളിൽ രൂപതയിലെ 171 ഇടവകളും വൈദികരും സന്യസ്ത ഭവനങ്ങളും സംഘടനകളും സുമനസ്സുകളും വിശ്വാസികളും വലിയ പിന്തുണ നൽകിയതിനാലാണ് 1000 കുടുംബങ്ങൾക്ക് വാസയോഗ്യമായ ഭവനം സമ്മാനിക്കാനായതെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. 2018 ഡിസംബർ 19 പാലാ രൂപത ബൈബിൾ കൺവെൻഷനിലായിരുന്നു പദ്ധതിയുടെ പ്രഖ്യാപനം. ഹെയ്ത്തിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോകപ്പെട്ട 6 സന്യാസിനിമാരെ മോചിപ്പിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ. കഴിഞ്ഞ ദിനം നടന്ന ആഞ്ചലൂസ് പ്രസംഗമധ്യേയാണ് മാർപ്പാപ്പയുടെ ഈ ആഹ്വാനമുള്ളത്. ബസ് ഹൈജാക്കിങ്ങിനിടെ പോർട്ടോ പ്രിൻസ് എന്ന സ്ഥലത്ത് തോക്കുധാരികൾ 6 സന്യാസിനിമാരെ ബന്ദികളാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ആനി സഭയിലെ അംഗങ്ങളായ സന്യാസിനിമാരെയും മറ്റ് ബസ് യാത്രക്കാരെയുമാണ് തട്ടിക്കൊണ്ടുപോയത്. ഹെയ്ത്തിയിൽ 6 സന്യാസിനിമാരുൾപ്പെടെയുള്ള ആളുകളെ തട്ടിക്കൊണ്ടുപോയതിൽ എൻ്റെ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. അവരുടെ മോചനത്തിനായുള്ള ഹൃദയംഗമായ അഭ്യർത്ഥനയിൽ രാജ്യത്ത് സാമൂഹിക ഐക്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. നിക്കരാഗയിൽ നിന്ന് നാട് കടത്തപ്പെട്ട ബിഷപ്പ് സിൽവിയോ ജോസ് ബേസിനെ വത്തിക്കാനിൽ സ്വീകരിച്ച് ഫ്രാൻസിസ് പാപ്പ. മനാഗോയിലെ സഹായമെത്രാനായ അദ്ദേഹം ഏതാനും വർഷങ്ങളായി പ്രവാസ ജീവിതം നയിക്കുകയായിരുന്നു. ഡാനിയൽ ഒർട്ടേഗയുടെ സ്വേച്ഛാധിപത്യം 2 ബിഷപ്പുമാരെയും 15 വൈദികരെയും 2 സെമിനാരിക്കാരെയും റോമിലേക്ക് പോകാൻ അനുവദിച്ചതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ എന്നെ കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിക്കുകയും വത്തിക്കാനിൽ എന്നെ സ്വീകരിക്കുകയും ചെയ്തു. മാർപ്പാപ്പയുടെ സഹോദര വാത്സല്യത്തെയും ജ്ഞാനപൂർവമായ വാക്കുകളെയും ഞാൻ അഭിനന്ദിക്കുന്നുവെന്നും ബിഷപ്പ് സിൽവിയോ ജോസ് ബേസ് വെളിപ്പെടുത്തി. എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് ഏർപ്പെടുത്തിയിട്ടുള്ള 8ാമത് ദേവദാസി മദർ തെരേസ ലിമ പുരസ്കാരത്തിന് പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക സിസ്റ്റർ ലൂസി കുര്യൻ അർഹയായി. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ചൂഷണങ്ങൾക്ക് ഇരയായവരും ഉപേക്ഷിക്കപ്പെട്ടവരുമായ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനു വേണ്ടി 1/4 നൂറ്റാണ്ടിലേറെയായി മഹാരാഷ്ട്രയിലെ പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാഹിർ എന്ന സംഘടനയുടെ സ്ഥാപകയാണ് സിസ്റ്റർ ലൂസി കുര്യൻ. സാമൂഹ്യ പ്രവർത്തകരും മാനേജ്മെന്റ് പ്രതിനിധികളും ഉൾപ്പെട്ട ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത്. ഈ മാസം 29 രാവിലെ 10:30 നടക്കുന്ന സെന്റ് തെരേസാസ് കോളേജിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ പുരസ്കാരം സമ്മാനിക്കും. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.